ഭയം, ഭക്തി, ബഹുമാനം. നമസ്കാരം. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ അഴിഞ്ഞാട്ടം. ഞങ്ങൾക്ക് അതന്നെ പറയുള്ളൂ, അഴിഞ്ഞാട്ടം. കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. ഇന്റെ മക്കളെ ആദ്യമേ പറയുന്നു, ലോജിക്ക് അല്ലെങ്കിൽ ഇതിനകത്തുള്ള കഥ, ഇതിനകത്തുള്ള സെൻസ്, നമ്മളുടെ അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, ബ്രെയിന്, കഥ, തിരക്കഥ, സംവിധാനം ഒന്നും ഒന്നും നോക്കാതെ നോക്കണ്ട. പോണം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആഘോഷിക്കുക, അർമാദിക്കുക എന്ന് പറഞ്ഞാൽ മാത്രം പരിപാടിക്ക് തിയേറ്ററിൽ കയറിയാൽ മതി. അയാള് പറഞ്ഞ് സ്ക്രിപ്റ്റ് എഴുതിച്ചതാണ് തോന്നുന്നു. അമ്മാതിരി കൊടുപ്പാണ് കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ഹാഫ് മൊത്തം. ആ രീതിയിൽ സാധനങ്ങളെല്ലാം കയ്യടിയോടെയാണ് ആൾക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? കൊള്ളത്തില്ല. ഓ ജോബി, ഓ ഗാലറി നമുക്ക് എതിരാണല്ലോടാവേ. സിനിമ ആരംഭിക്കുമ്പോഴും ദളപതി ബോയ്സ്, ദളപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷാൽ ഇളയ ദളപതി വിജയുടെ ബോയ്സ്. അത് ഉത്തരം പറ. അത് അപ്പം അതായത് കുറച്ച് പിള്ളേർ, ഈ പിള്ളേർ ഇരുന്നിട്ട് പറയുക അണ്ണനെ കുറിച്ച്. ആരാണ് അണ്ണൻ? നമ്മുടെ ദിലീപ് ചെയ്ത ക്യാരക്ടർ. അണ്ണൻ എങ്ങനെയാണ്, അണ്ണൻ എങ്ങനെയാണ്, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? പിന്നെ തുടക്കത്തിൽ തന്നെ ഭയങ്കര ഇറിറ്റേഷൻ. ഫൈജു സന്തോഷം തട്ടിക്കൊണ്ടുപോകുന്ന സീനുണ്ട്. അതെന്തോ തൂറാൻ മുട്ടുന്നു. ഈ തൂറാൻ മുട്ടുക, എന്നിട്ട് പിന്നെ ഡയപ്പറിൽ ഇത് ഷിറ്റ് കാണിക്കും. ഇതൊക്കെ എന്ത് കോമഡിയാണ് ഇത്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? സംവിധാനം ആഘോഷിക്കുക, അർമാദിക്കുക എന്ന് പറഞ്ഞാൽ മാത്രം പരിപാടിക്ക് തിയേറ്ററിൽ കയറിയാൽ മതി. ഇത് ഓവർ ദ ടോപ്പാണ്. ഓവർ ദ ടോപ്പ് പടങ്ങൾ നമ്മൾ കാണാറുണ്ടെന്ന് ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷെ ഓവർ ദ ടോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടവരാന്ന് കാണിക്കില്ലല്ലോ. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്നാ തോന്നണേ. പ്രേക്ഷകരെ, ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം.